Hello, my dear friends. Welcome to Read and Write Tuitions. Class 10 in the Physics second term exam 2023. ഇതിന്റെ solutions ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. First question, when two plane mirrors are arranged as shown in figure, five images of an object are formed. What is the angle between the mirrors? Okay. അപ്പൊ ഈ രണ്ട് മിറേഴ്സിന്റെ ഇടയ്ക്കുള്ള ആംഗിൾ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് ഇക്വേഷൻ അറിയാം എന്താണ്? 360/θ minus 1 is equal to n. n is the number of images. Theta is the angle between two mirrors. ഇപ്പൊ ഇമേജസ് 5 ആണ് നമുക്ക് തന്നിട്ടുണ്ട്. So 360/θ minus 1 is equal to 5. 360/θ is equal to 5 plus 1. That is 360/θ is equal to 6. അല്ലെ? അപ്പൊ നമുക്ക് തീറ്റേനെയും 6നെയും ഇന്റർചേഞ്ച് ചെയ്യാം. സോ തീറ്റ is equal to 360/6 and that is equal to 60. അല്ലെ? 6 and 36 get cancelled. Rest 0 വരും. So answer is 60 degree. Okay. Next question. Which of the following statement is associated with the current induced in an armature of a DC generator when it works? അപ്പം DC ജനറേറ്ററിലെ ആർമേച്ചർ നമുക്കറിയാം. DC ജനറേറ്റർ എന്ന് പറഞ്ഞാൽ നോർത്ത് പോൾ, സൗത്ത് പോൾ, ഇതിൻ്റെ ഇടയ്ക്ക് ഒരു കോയിൽ ഉണ്ട് അല്ലെ? ABCD എന്ന് നമ്മൾ പേരിട്ട് വിളിക്കാം. സോ DC ജനറേറ്റർ ആണ്. സോ നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് ഒരു സ്പ്ലിറ്റ് റിംഗ് കമ്മ്യൂട്ടേറ്റർ ആണ്. ബ്രഷസ് ഉണ്ട്. സോ നമ്മൾ ബാറ്ററിന്ന് DC ജനറേറ്ററിൽ നമുക്കറിയാം നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക്കൽ ആണ്. സോ നമുക്കൊരു ഗാലനോമീറ്റർ എന്തെങ്കിലും വെക്കാം എക്സ്റ്റേണൽ സർക്യൂട്ടിൽ. ഇവിടെ ചോദിച്ചിരിക്കുന്ന ചോദ്യം എന്താണ്? ആർമേച്ചറിൽ ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്ന കറണ്ട് ഏത് നേച്ചർ ഉള്ളതാണ്? അപ്പം ഉറപ്പായിട്ടും ഒരു കണ്ടക്ടറിൽ മുകളിലേക്കും മറ്റേ കണ്ടക്ടറിൽ താഴേക്കുമായിരിക്കും ഇൻഡ്യൂസ്ഡ് EMF വരിക. ദാറ്റ് മീൻസ് വേവിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഒരു പോസിറ്റീവും നെഗറ്റീവും വരുന്നുണ്ട്. സോ ആർമേച്ചറിൽ ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്ന കറണ്ട് AC ആണ്. അപ്പൊ ACയുടെ പ്രത്യേകത എന്താ? ഇറ്റ്സ് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻസ് ആർ ഓൾവേസ് ചേഞ്ചിങ് അല്ലെ? അപ്പം എപ്പോഴും കറണ്ടിന്റെ മാഗ്നിറ്റ്യൂഡ് ഓരോ സമയത്തും കറണ്ടിന്റെ മാഗ്നിറ്റ്യൂഡ് കൂടിയും കുറഞ്ഞും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ പോസിറ്റീവ് ഹാഫ് ഉണ്ട്, നെഗറ്റീവ് ഹാഫ് ഉണ്ട്. സോ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യും. അപ്പം ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ആർമേച്ചറിന്റെ അകത്തെ കറണ്ട് എന്ന് പറയുന്നത് മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ചേഞ്ച് ചെയ്യുന്ന കറണ്ടാണ്, AC കറണ്ടാണ്. പക്ഷെ സ്പ്ലിറ്റ് റിംഗ് കമ്മ്യൂട്ടേറ്റർ അതിനെ കമ്മ്യൂട്ടേറ്റ് ചെയ്ത് DC ആക്കി മാറ്റും. ആ കറണ്ട് ആയിരിക്കും പുറത്ത് കിട്ടുന്നത്. പുറത്തേക്ക് വരുന്ന കറണ്ട് എന്ന് ഇവിടെയാണ് ഇങ്ങനെ വരും. പുറത്തേക്ക് വരുന്ന കറണ്ട് എന്ന് പറഞ്ഞാൽ എന്ത് കറണ്ട് ആയിരിക്കും? DC കറണ്ട് ആണ് സ്പ്ലിറ്റ് റിംഗിന്റെ ഔട്ട്പുട്ടില്. പക്ഷെ ഇവിടെയുള്ള കറണ്ടോ AC കറണ്ട് ആണ്. അടുത്തത് അപ്പം ഏത് ഓപ്ഷൻ ആണ് കറക്റ്റ് വരിക? ഓപ്ഷൻ D ആണ് കറക്റ്റ്. ബോത്ത് ദ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ഓഫ് കറന്റ് ചേഞ്ചസ് കേട്ടോ. ഓപ്ഷൻ D. The magnification of image formed by a mirror does not depend on the position of the object. Which type of mirror is this? അപ്പം ഏത് പൊസിഷനിൽ നിന്നാലും അതിന്റെ സൈസ്, ഇമേജിന്റെ സൈസും ഒബ്ജക്റ്റിന്റെ സൈസും എപ്പോഴും സെയിം തന്നെയായിരിക്കും. അത് ഏത് മിററിലാണ്? പ്ലെയിൻ മിറർ കേട്ടോ. പ്ലെയിൻ മിററിന് മിററിൽ നിന്നും ഈ ഒബ്ജക്റ്റിലേക്കും മിററിൽ നിന്നും ഇമേജിലേക്കുമുള്ള ഡിസ്റ്റൻസ് തുല്യമായിരിക്കും. അതുപോലെ തന്നെ പ്ലെയിൻ മിററില് സൈസ്, ഒബ്ജക്റ്റിന്റെയും ഇമേജിന്റെയും സൈസും തുല്യമായിരിക്കും. അപ്പൊ പ്ലെയിൻ മിറർ ആണ് ഇതിന്റെ ആൻസർ. The frequency of the current produced in the power stations of our country is what? എത്രയാണ്? 50 Hertz ആണ്. That means number of cycles 50 cycles per second എന്ന് പറയും. 50 Hertzന്റെ മീനിങ് എന്താണ്? 50 cycles per secondൽ 50 cycles. ഒരു സൈക്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതാണ് ഒരു സൈക്കിൾ. Identify the relation from the first pair with respect to current and complete the second pair suitably. അപ്പൊ I²RT എനർജി ആണെങ്കിൽ I²R എന്താണ്? ഓക്കെ, റേറ്റ് ഓഫ് ഡൂയിങ് വർക്ക് അല്ലെ? എനർജി ബൈ ടൈം അല്ലെങ്കിൽ വർക്ക് ബൈ ടൈം എന്ന് പറയുന്നത് എന്താണ്? പവർ ആണ്. അതായത് ഇതിലെ ഈ ടൈമിനെ നമ്മൾ കട്ട് ചെയ്ത് കളയണമെങ്കിൽ I²RT/T ചെയ്യണമല്ലോ. ദാറ്റ് മീൻസ് റേറ്റ് ഓഫ് ഡൂയിങ് വർക്ക്, ദാറ്റ് ഈസ് പവർ. ഒബ്സർവ് ദ ഫിഗർ. Which bulb will glow with maximum brightness when current flow through the circuit? Which bulb will give the least brightness?
അപ്പം ഇതിലെ ഏത് സർക്യൂട്ടിലാണ് ഏറ്റവും ബ്രൈറ്റ് ആയിട്ട് ലാമ്പ് കത്തുക എന്നാണ് ചോദ്യം. അപ്പം സർക്യൂട്ട് 1 നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ AC ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ AC-യിൽ വരുന്ന റെസിസ്റ്റൻസ് നമുക്കറിയാം, ഇൻഡക്റ്റൻസും റെസിസ്റ്റൻസും ഇത് രണ്ടും these two will oppose the current in the AC. Okay, and inductive property വെച്ചിട്ട് നമുക്കറിയാം, due to self induction a back EMF is induced. ഒരു back EMF ഇതിൽ ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. ആ ബാക്ക് EMF that will always opposes the applied voltage. അപ്ലൈ ചെയ്ത 6 വോൾട്ടിനെ എപ്പോഴും ഓപ്പോസ് ചെയ്യുന്ന, എതിർക്കുന്ന ഒരു വോൾട്ടേജ് ആണ് ബാക്ക് EMF എന്ന് പറയുന്നത്. ഇപ്പൊ ഇൻഡക്റ്റൻസിന്റെ പ്രോപ്പർട്ടി വെച്ചിട്ട് അവിടെ ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാവുന്നുണ്ട്. സോ ദാറ്റ് ഇസ് നോൺ ആസ് ബാക്ക് EMF. ദാറ്റ് ഈസ് ഓൾവേസ് ഓപ്പോസസ് ദ അപ്ലൈഡ് വോൾട്ടേജ്. അപ്പൊ ഈ ലാമ്പിന്റെ എക്രോസ് കിട്ടുന്ന വോൾട്ടേജ് 6 വോൾട്ട് ആയിരിക്കത്തില്ല, അതിലും കുറവായിരിക്കും. കാരണം ഇപ്പൊ ഇവിടെ ഒരു 1 വോൾട്ട് ഉണ്ടായെന്ന് വിചാരിക്കൂ ബാക്ക് EMF ആയിട്ട്. അപ്പം ഈ ലാമ്പിന്റെ എക്രോസ് വരുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് 5 വോൾട്ട് ആയിരിക്കും. 6 - 1. ഓക്കെ, അപ്പം 5 വോൾട്ടിന് ലാമ്പ് കത്തുമ്പോൾ കുറച്ചും കൂടെ ബ്രൈറ്റ്നസ് കുറയും, 6 വോൾട്ടിന് കത്തുന്നതിനേക്കാളും കുറയും. ഇവിടെ DC ആണ് സപ്ലൈ അല്ലെ. DC-യിൽ ഇൻഡക്റ്റൻസ് ഉണ്ടോ? ഇല്ല. DC-യിൽ റെസിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ കറണ്ടിന് മുന്നോട്ട് പോകാനുള്ള പ്രതിരോധം അഥവാ റെസിസ്റ്റൻസ് കുറവായിരിക്കും. അപ്പൊ കൂടുതൽ കറണ്ട് ഫ്ലോ ചെയ്യും. അതായത് ഈ ലാമ്പിന്റെ അക്രോസ് മൊത്തം അപ്ലൈഡ് വോൾട്ടേജ് 6 വോൾട്ടേജ് വരും. മനസ്സിലായോ? അപ്പം എങ്ങനെയാണ് വോൾട്ടേജ് കൂടുകയാണ്. വോൾട്ടേജ് കൂടുമ്പോൾ നമുക്കറിയാം കറണ്ട് കൂടും, അതിന്റെ ബ്രൈറ്റ്നസ്സും കൂടും. അപ്പൊ ഈ 2 കേസും കമ്പയർ ചെയ്തതിൽ നമുക്ക് സർക്യൂട്ട് 2-ലാണ് ഏറ്റവും കൂടുതൽ ബ്രൈറ്റ്നസ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, ഇനി മൂന്നാമത്തെ കേസ് ഏതാണ്? മൂന്നാമത്തെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു സോഫ്റ്റ് അയൺ കോർ ഇതിന്റെ അകത്തുണ്ട് അല്ലെ. അത് നമുക്ക് സോഫ്റ്റ് അയൺ എന്ന് വെച്ചാൽ പെർമിയബിലിറ്റി കൂടിയതാണ്, നമുക്ക് അതിന്റെ മാഗ്നറ്റിസം റീറ്റെയിൻ ചെയ്യാൻ സാധിക്കും. അപ്പൊ ഇവിടെ ഉണ്ടാവുന്ന മാഗ്നറ്റിസം റീറ്റെയിൻ ചെയ്യുന്നതുകൊണ്ട് ഇതിലുണ്ടാവുന്ന സെൽഫ് ഇൻഡ്യൂസ്ഡ് EMF കൂടുതലായിരിക്കും. സോഫ്റ്റ് അയൺ കോറിൽ ഉണ്ടാവുന്ന ഇലക്ട്രോമാഗ്നറ്റിൽ ഉണ്ടാവുന്ന ഇൻഡ്യൂസ്ഡ് EMF, അതായത് ബാക്ക് EMF നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, സെൽഫ് ഇൻഡ്യൂസ്ഡ് EMF അഥവാ ബാക്ക് EMF, അത് ഈ കേസിനേക്കാളും കൂടുതലായിരിക്കും ഇവിടെ വരിക. സേ നമുക്കൊരു 1.5 എന്നോ 2 വോൾട്ട് എന്നോ പറയാം. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ എക്രോസ് എത്ര വോൾട്ട് ആയിരിക്കും വരിക? ഇതിൽ നിന്ന് ഇത് മൈനസ് ചെയ്യണം. അപ്പൊ 4 വോൾട്ട് വരത്തുള്ളൂ. വോൾട്ടേജ് കുറയുമ്പോൾ കറണ്ടും കുറയുമല്ലോ, കാരണം V/R ആണ് കറണ്ട് എന്ന് പറയുന്നത്. അപ്പൊ കറണ്ട് കുറയുമ്പോൾ ഈ ലാമ്പ് ആയിരിക്കും ഏറ്റവും കുറച്ച് വോൾട്ടേജ് വരുന്നത്. ഏത് ലാമ്പിന്റെ ക്രോസ് ആണ്? മൂന്നാമത്തെ സർക്യൂട്ടില്. അപ്പം ഏറ്റവും ലീസ്റ്റ് ബ്രൈറ്റ്നസ്സിൽ ഗ്ലോ ചെയ്യുന്നത് ഏതാണ്? സർക്യൂട്ട് 3 ആണ്. ഏറ്റവും മാക്സിമം ബ്രൈറ്റ്നസ്സിൽ ഗ്ലോ ചെയ്യുന്നത് സർക്യൂട്ട് 2 ആണ് അല്ലെ. അപ്പൊ മാക്സിമം ബ്രൈറ്റ്നസ് വരുന്നത് സർക്യൂട്ട് 2-നാണ്. ലീസ്റ്റ് ബ്രൈറ്റ്നസ് വരുന്നത് സർക്യൂട്ട് 3-ക്കാണ്. ഓക്കെ, അപ്പൊ റീസണും മനസ്സിലായല്ലോ. ജസ്റ്റിഫൈ യുവർ ആൻസർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഓരോ കേസും പറയാ. 2-ല് മാക്സിമം ബ്രൈറ്റ്നസ് കിട്ടുന്നതിന്റെ റീസൺ അതിൽ ഇൻഡക്റ്റൻസ് ഇല്ല, കാരണം DC സപ്ലൈ ആയതുകൊണ്ട് വേരിയിങ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടെങ്കിൽ മാത്രമേ സെൽഫ് ഇൻഡക്റ്റൻസ് ഉണ്ടാവുന്നുള്ളൂ. ഓക്കെ, അവിടെ വേരിയിങ് മാഗ്നറ്റിക് ഫീൽഡ് ഇല്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ ബാക്ക് EMF ഇല്ല. സോ അപ്ലൈഡ് വോൾട്ടേജ് കംപ്ലീറ്റ്ലി ലാമ്പിന്റെ അക്രോസ് കിട്ടും. മൂന്നാമത്തെ കേസിൽ ബാക്ക് EMF മാക്സിമം ആണ്, സോഫ്റ്റ് അയൺ കോർ ആണ് യൂസ് ചെയ്യുന്നത്. സോ ഇൻഡക്റ്റൻസ് ഉണ്ട്, ബാക്ക് EMF കൂടുതലാണ്. ഓക്കെ, അപ്പം ഇതിന്റെ ആൻസർ, the bulb in the circuit 2 will give more or maximum brightness, 3 will give less or least brightness. കാരണമാണ് എഴുതിയിരിക്കുന്നത്. The source is DC and so no self-induction takes place without changing the intensity of current. അതിൽ self-induction നടക്കുന്നില്ല. But in the circuit 1 and 2, self-induction takes place and the induction will be maximum in the circuit inserted with soft iron rod. Soft iron rod insert ചെയ്തതിലാണ് maximum ഇൻഡക്ഷൻ ഉള്ളത്. സോ ദർ ദ ബ്രൈറ്റ്നസ് വിൽ ബി ലീസ്റ്റ്. അതുകൊണ്ടാണ് ഏറ്റവും മിനിമം ബ്രൈറ്റ്നസ്സിൽ അത് കത്തുന്നത്. ഓക്കെ, ഇൻഡക്ഷൻ കൂടുമ്പോൾ ബാക്ക് EMF കൂടും, അപ്പൊ അപ്ലൈഡ് വോൾട്ടേജ് കുറയും. അപ്ലൈഡ് വോൾട്ടേജിൽ നിന്ന് മൈനസ് ചെയ്യണം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, 1 minute. Observe the figure. A pencil kept in a water appears bent
at the air-water interface as shown in the figure. Name the optical phenomenon that produced this effect. ഈ എഫക്റ്റ് പ്രൊഡ്യൂസ് ചെയ്തത് ഏത് ഫിനോമിനോൺ ആണെന്നാണ് ആദ്യത്തെ ചോദ്യം. ഏതാണ്? യെസ്, ഇറ്റ് ഈസ് റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്. ഒരു മീഡിയത്തിൽ നിന്ന് വേറൊരു മീഡിയത്തിലേക്ക് ലൈറ്റ് ട്രാവൽ ചെയ്യുമ്പോൾ ലൈറ്റിന്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യും. ദാറ്റ് ഇസ് എ ഡീവിയേഷൻ ഓഫ് ദ ഡയറക്ഷൻ ഓഫ് ലൈറ്റ്, റൈറ്റ്? സോ ദാറ്റ് ഈസ് നോൺ ആസ് റിഫ്രാക്ഷൻ. Which characteristic property of the medium are responsible for this phenomenon? ഇത് എന്ത് പ്രോപ്പർട്ടി, ആ മീഡിയത്തിന്റെ എന്ത് പ്രോപ്പർട്ടി കൊണ്ടാണ് ഈ ഒരു ഫിനോമിനോൺ ഉണ്ടാകുന്നത്? ഒപ്റ്റിക്കൽ ഡെൻസിറ്റി. ഒപ്റ്റിക്കൽ ഡെൻസിറ്റി. എയറിൽ നിന്ന് വാട്ടറിലേക്കാണ് ലൈറ്റ് വരുന്നത്, അല്ലെ? അപ്പൊ എയറിന് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി മിനിമവും ലെസ് ആയിരിക്കും, വാട്ടറിന് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഹൈ ആയിരിക്കും. ഓക്കെ, വാട്ടറിനാണ് എയറിനേക്കാളും ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതൽ. അപ്പൊ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടിയ മീഡിയത്തിലേക്ക് വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അതിന് ഒരു ഡീവിയേഷൻ അഥവാ റിഫ്രാക്ഷൻ സംഭവിക്കും കേട്ടോ. ഓക്കെ, അതുപോലെ തന്നെ ഒരു കാര്യം മനസ്സിലാക്കിയിരിക്കുക, ഒപ്റ്റിക്കൽ ഡെൻസിറ്റി, ഇപ്പൊ ഞാൻ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടിയ മീഡിയത്തിലേക്ക് വരുമ്പോൾ ആക്ച്വലി ഇങ്ങനെ, അതായത് ഇതാണ് ഇൻസിഡന്റ് ആംഗിൾ, ഇതാണ് റിഫ്രാക്റ്റഡ് ആംഗിൾ. ദിസ് ഇസ് ഇൻസിഡന്റ് റേ, ദിസ് ഇസ് റിഫ്രാക്റ്റഡ് റേ. സോ ദിസ് ഇസ് നോർമൽ. ഈ ലൈൻ നോർമൽ ആണ്. ഓക്കെ, ആംഗിൾ ഓഫ് ഐ ആണോ ആർ ആണോ വലുത് വരിക? ഇത് എയറും ഇത് വാട്ടറും ആണ്. സോറി, ഈ ഒരു കേസ് ഞാൻ വരച്ചേക്കുന്നത് വാട്ടറിനും എയറിനെ പറ്റത്തുള്ളൂ. ഞാൻ തിരിച്ചു വരയ്ക്കാം. മുകളിലെ എയറും താഴെ വാട്ടറും വരച്ചു എന്ന് വിചാരിക്കുക. അപ്പൊ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടിയ മീഡിയത്തിലേക്ക് വരുമ്പം ഇത് നോർമലിനോട് കുറച്ചും കൂടെ അടുത്തേക്കൂടെ പോകും. സോ ഇൻസിഡന്റ് റേയും റിഫ്രാക്റ്റഡ് റേയുമാണ്. സോ ഐ ഇസ് ഗ്രേറ്റർ ദാൻ ആർ. അപ്പൊ റയറർ മീഡിയത്തിൽ നിന്ന് ഡെൻസർ മീഡിയത്തിലേക്കാണ് വരുന്നതെങ്കിൽ ദ വാല്യൂ ഓഫ് ഐ ഇസ് ഗ്രേറ്റർ ദാൻ ആർ ആയിരിക്കും, അല്ലെങ്കിൽ ആർ ഇസ് ലെസ് ദാൻ ഐ ആയിരിക്കും. ഇനി ഡെൻസർ മീഡിയത്തിൽ നിന്ന് റയറർ മീഡിയത്തിലാണ് വരുന്നതെങ്കിൽ എങ്ങനെയായിരിക്കും? ആർ ഇസ് ഗ്രേറ്റർ ദാൻ ഐ ആയിരിക്കും. ഓക്കെ, സോ the refracted ray is moving far away from the normal. Here the refracted ray is coming closer to the normal. Next question, the given statement explain the nature of images formed by different types of mirrors. Arrange the statements in the given table. Always form diminished image. എപ്പോഴും diminished image മാത്രം കിട്ടുന്നത് ഏത് മിററിനാണ്? കോൺവെക്സ് മിറർ. അപ്പം എ ഇതിലാണ് വരിക. Can form real or virtual images. റിയൽ ഇമേജും വെർച്വൽ ഇമേജും രണ്ടും കിട്ടുന്നത് ഏതിലാണ്? കോൺകേവ് മിററിലാണ്. കോൺവെക്സ് മിററിൽ നമുക്ക് വെർച്വൽ ഇമേജ് മാത്രമേ കിട്ടത്തുള്ളൂ. Can form virtual and magnified image than the object. ഒബ്ജക്റ്റിനേക്കാളും ഇമേജ് എന്ന് പറയുന്നത് വെർച്വൽ ആയിരിക്കും, ഒബ്ജക്റ്റിനേക്കാളും വലുതുമായിരിക്കും. അത് നമുക്ക് കിട്ടുന്നത് ഏത് മിററിലാണ്? കോൺകേവ് മിററിലാണ് കേട്ടോ. വെർച്വൽ ഇമേജ് ഒരേ ഒരു കേസിൽ മാത്രമേ കിട്ടുള്ളൂ, എഫിനും പിക്കും ഇടയ്ക്ക് ഇരിക്കുമ്പോൾ. ഇതാണ് പോള്, ഇതാണ് ഫോക്കസ്. ഇത് രണ്ടിന്റെയും ഇടയ്ക്കാണ് ഒബ്ജക്റ്റ് ഇരിക്കുന്നതെങ്കിൽ നമുക്ക് കിട്ടുന്ന ഇമേജ് എന്ന് പറയുന്നത് കുറച്ച് വലിയ ഇമേജ് ആയിരിക്കും കിട്ടുക. ബിഹൈൻഡ് ദ മിറർ ആയിരിക്കും അത് ബാക്കിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടുന്നതാണ്. സോ വെർച്വൽ ഇമേജ് ആണ് നമുക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ മാഗ്നിഫൈഡ് ഇമേജ് സൈസ് ഓഫ് ദ ഒബ്ജക്റ്റും സൈസ് ഓഫ് ദ ഇമേജും കമ്പയർ ചെയ്യുമ്പോൾ ഇമേജിന്റെ സൈസ് ഒബ്ജക്റ്റിന്റെ സൈസിനേക്കാളും വലുതാണ്, അല്ലെ? അപ്പം ഏത് പൊസിഷനിൽ വെക്കുമ്പോഴാണ്? എഫിനും പിക്കും ഇടയ്ക്ക് ഒബ്ജക്റ്റിനെ വെക്കുമ്പോഴാണ് അത് കിട്ടുക. ഓൾവേസ് ഫോം ഇമേജസ് ബിറ്റ്വീൻ എഫ് ആൻഡ് പി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമേജ് എപ്പോഴും നമുക്ക് കിട്ടുന്നത് ഫോക്കസിനും പോളിനും ഇടയ്ക്കായിരിക്കും. അത് ഏത് കേസിലാണെന്നാണ് അടുത്ത ചോദ്യം വരുന്നത്. ഓക്കെ, അത് ഏത് കേസിലാണ് എപ്പോഴും ഇമേജ് ഫോക്കസിനും പോളിനും ഇടയ്ക്ക് വരുന്നത്? കോൺവെക്സ് മിററിന്റെ കേസ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇമേജ് ഇത് പോള്, ഇവിടെ ഫോക്കസ് വരും, ഇങ്ങനെയാണ് വരിക കേട്ടോ. അപ്പം എപ്പോഴും ഇമേജ് ഫോം ചെയ്യുന്നത് ഈ ഫോക്കസിനും പോളിന്റെയും ഇടയ്ക്കായിരിക്കും. ഓക്കെ, നമുക്കറിയാം കോൺവെക്സ് മിറർ എന്ന് പറഞ്ഞാൽ ഡൈവേർജിങ് മിറർ ആണ്. അപ്പം ബാക്കിലേക്ക് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തിട്ടാണ് നമ്മളത് കൂട്ടിമുട്ടിക്കുന്നത്. അവിടെയാണ് നമുക്ക് ഈ രണ്ടെണ്ണത്തിന്റെ ഇടയ്ക്കായിരിക്കും നമുക്ക് ഇമേജ് കിട്ടുക ഇവിടെ.
രണ്ട് റേസ് കൂട്ടിമുട്ടിക്കണം. അത് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചിട്ടില്ല. ഇത്രയും മനസ്സിലാക്കുക. എഫിനും പിക്കും ഇടയ്ക്ക് എപ്പോഴും ഇമേജ് കിട്ടുന്നത് ഏത് കേസിലാണ്? കോൺവെക്സ് മിററിലാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, analyze the given schematic diagram. Write down the rules that helps to find out the direction of current induced in the armature when the device works. അപ്പം ഇൻഡ്യൂസ്ഡ് കറണ്ടിന്റെ ഡയറക്ഷൻ പറയുന്നത് ഏത് റൂൾ ആണ്? ഇപ്പം ഇത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇത് AC ജനറേറ്റർ ആണ്, ഇത് സ്ലിപ്പ് റിംഗ്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ സ്ലിപ്പ് റിംഗ്സിൽ നിന്ന് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് AC ആണ് കേട്ടോ. ഇവിടെ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് AC ആണ്. അപ്പം മെക്കാനിക്കൽ എനർജി വെച്ചിട്ട് നമ്മൾ അർമേച്ചറിനെ റൊട്ടേറ്റ് ചെയ്യും. റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിൽ EMF ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. സോ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഇതിന്റെ റൂൾ എന്ന് പറയുന്നത് ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ ആണ്. ഓക്കെ, ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ ആണ്. എന്താണ് ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ പറയുന്നത്? നമ്മൾ നമ്മുടെ 3 ഫിംഗേഴ്സ്, അതായത് റൈറ്റ് ഹാൻഡിലെ 3 ഫിംഗേഴ്സ്, തമ്പ്, ഫോർ ഫിംഗർ, മിഡിൽ ഫിംഗർ, ദാറ്റ് ഇസ് കീപ് ഇൻ എ ഹോൾഡ് ഇൻ എ മ്യൂച്വലി പെർപെൻഡിക്കുലർ ഡയറക്ഷൻ. 3 പെർപെൻഡിക്കുലർ ഡയറക്ഷനിൽ വെക്കുകയാണെങ്കിൽ തമ്പ് പോയിന്റ് ചെയ്യുന്നത് ഡയറക്ഷൻ ഓഫ് ദ മോഷൻ, അതായത് ഏത് ഡയറക്ഷൻ, അപ്പം കണ്ടക്ടർ മൂവ് ചെയ്യുന്ന ഡയറക്ഷനെയാണ് തമ്പ് പോയിന്റ് ചെയ്യുന്നത്. അപ്വേർഡ് ആണോ ഡൗൺവേർഡ് ആണോ എങ്ങനെയാന്ന് വെച്ചാൽ അങ്ങനെ പിടിക്കുക തമ്പ്. അതുപോലെ തന്നെ ഫോർ ഫിംഗർ പോയിന്റ് ചെയ്യുന്നത് മാഗ്നറ്റിക് ഫീൽഡിനാണ്. നോർത്തിൽ നിന്ന് സൗത്തിലേക്ക് കൈവരിക്കുക ഫോർ ഫിംഗർ. മിഡിൽ ഫിംഗർ വെക്കേണ്ടത്, മിഡിൽ ഫിംഗർ നമുക്ക് തരുന്നത് ഇൻഡ്യൂസ്ഡ് കറണ്ടിന്റെ ഡയറക്ഷൻ ആയിരിക്കും. അപ്പൊ ആദ്യത്തെ രണ്ടും അറിയാമെങ്കിൽ മൂന്നാമത് ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ കൈവിരലിൽ നിന്ന് കിട്ടും. ഓക്കെ, അതാണ് ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഡ്രോ ദ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഓഫ് EMF ഒബ്റ്റെയിൻഡ് ഫ്രം ദ ഡിവൈസ് വെൻ ഇറ്റ് ഇസ് വർക്ക്. അപ്പം ഇതിൽ നിന്ന് കിട്ടുന്ന EMF, അതായത് ABCDയിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന EMF എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? ABയില് പോസിറ്റീവും CDയില് നെഗറ്റീവും. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു വേവ് ആയിരിക്കും നമുക്ക് കിട്ടുക കേട്ടോ. ദിസ് ഇസ് ദ ഇൻഡ്യൂസ്ഡ് EMF. ഓർത്തിരിക്കുക, 0, 90 ഡിഗ്രി, 180 ഡിഗ്രി, 270 ഡിഗ്രി, 360 ഡിഗ്രി. ഓക്കെ, EMF മാക്സിമം വരുന്നത് 90യിലും 270യിലും, മിനിമം വരുന്നത് 0, 180, 360. അപ്പൊ ഇത് EMF ആണ്, EMF ഇൻഡ്യൂസ്ഡ്. ഇത് ആംഗിൾ അല്ലെങ്കിൽ ടൈം എന്ത് വേണേലും നമുക്ക് എക്സ് ആക്സിസിൽ കൊടുക്കാം. ഓക്കെ, എക്സ് ആക്സിസ്, വൈ ആക്സിസ്. അപ്പൊ ഇത് കറണ്ടിന്റെയും ഇൻഡ്യൂസ്ഡ് EMFന്റെയും അതായത് വോൾട്ടേജിന്റെയും ഒരേ ഗ്രാഫ് തന്നെയാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, in a transformer without any loss in power, the secondary voltage is 12 volt and the primary current is 0.1 ampere. The power of the transformer is 24 watt. Calculate the secondary current. So secondary voltage നമുക്ക് തന്നിട്ടുണ്ട് 12 volt, primary current 0.1 ampere, power of the transformer നമുക്ക് തന്നിട്ടുണ്ട് എത്രയാണ്? 24 watt. അപ്പൊ സെക്കൻഡറി കറണ്ട് കണ്ടുപിടിക്കണം. നമുക്കറിയാം VP into IP is equal to 24. ഇൻപുട്ട് പവർ നമുക്ക് എന്ത് കൊടുക്കാം? 24 എന്ന് കൊടുക്കാം. സോ VP into IP എന്ന് പറയുന്നതും VS into IS എന്ന് പറയുന്നതും ഒക്കെ ഈക്വൽ ആയിരിക്കും കേട്ടോ. പ്രൈമറിയിലും സെക്കൻഡറിയിലും ഈക്വൽ ആയിരിക്കും. അപ്പം VS into IS is also is equal to എത്ര തന്നെയാണ്? 24 തന്നെയാണ്. ഇപ്പൊ ഇവിടെ നമുക്ക് സെക്കൻഡറിയിലെ വോൾട്ടേജ് 12 ആണെന്നറിയാം, പ്രൈമറിയിലെ കറണ്ട് 0.1 ആണെന്നറിയാം. അതുപോലെ തന്നെ ഇവിടെ 24 വാട്ട് ആണ് പവർ എന്നറിയാം. അപ്പൊ നമുക്ക് ഡെഫിനറ്റ്ലി നമുക്ക് പ്രൈമറിയിലെ വോൾട്ടേജ് കണ്ടുപിടിക്കാലോ. പ്രൈമറിയിലെ വോൾട്ടേജും ഒക്കെ കണ്ടുപിടിക്കാൻ പറ്റും. നമുക്ക് നോക്കാം. സെക്കൻഡറി കറണ്ട് is equal to power divided by secondary voltage. So 24 divided by 12 and it is equal to 2 ampere. Okay, P നമുക്കറിയാം P is equal to VS into IS ആണ് നമ്മൾ പറഞ്ഞില്ലേ. അപ്പം പവർ നമുക്കറിയാം, സെക്കൻഡറി വോൾട്ടേജ് അറിയാം. അപ്പൊ നമുക്ക് സെക്കൻഡറിയിലെ കറണ്ട് കണ്ടുപിടിക്കാം അല്ലെ. അതുപോലെ നമ്മളോട് ചോദിച്ചിരിക്കുന്ന അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? വിച്ച് ടൈപ്പ് ട്രാൻസ്ഫോമർ ഈസ് ദിസ്? അപ്പൊ ട്രാൻസ്ഫോമർ ഏത് ടൈപ്പ് ആണ്? കറണ്ട് നമുക്ക് പ്രൈമറിയിലെ കറണ്ട് നോക്കിക്കേ 0.1 ആംപിയർ ആണ്. സെക്കൻഡറിയിലെ കറണ്ട് 2 ആംപിയർ ആണ്. അപ്പൊ സെക്കൻഡറിയിലെ കറണ്ട് പ്രൈമറിയിലെ കറണ്ടിനേക്കാളും കൂടുതലാണ്. കറണ്ട് കൂടുമ്പോൾ വോൾട്ടേജ് കുറയും അല്ലെ. അപ്പൊ കറണ്ട് കൂടുമ്പോൾ തിക്ക് വയർ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ വോൾട്ടേജ്
കുറവായിരിക്കും. വോൾട്ടേജ് ഡിക്രീസസ് എന്ന് പറയാം. പവർ കോൺസ്റ്റന്റ് ആയി നിർത്തണമെങ്കിൽ വോൾട്ടേജ് കൂടുമ്പോൾ കറണ്ട് കുറയണം, കറണ്ട് കുറയുമ്പോൾ വോൾട്ടേജ് കൂടുകയും വേണം. ഓക്കെ, തിരിച്ചു മറിച്ച് നടക്കണം. അപ്പം മനസ്സിലായല്ലോ. അപ്പൊ വോൾട്ടേജ് കുറയുവാണെങ്കിൽ ഇത് ഏത് ടൈപ്പ് ട്രാൻസ്ഫോർമർ ആയിരിക്കും? സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോർമർ ആയിരിക്കും. അപ്പൊ ഇത് ഇതിൽ നിന്നാണ് നമ്മൾക്ക് മനസ്സിലായത്, സെക്കൻഡറിയിലെ കറണ്ട് നമ്മൾ ആദ്യം കണ്ടുപിടിച്ചു. സെക്കൻഡറി കറണ്ട് പ്രൈമറി കറണ്ടിനേക്കാളും കൂടുതലായപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി, സെക്കൻഡറി വോൾട്ടേജ് പ്രൈമറി വോൾട്ടേജിനേക്കാളും കുറവായിരിക്കും, അതായത് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോർമർ ആയിരിക്കുമെന്ന്. Next, explain how a 3-pin plug ensures better safety from electric shock when there is a cell insulation failure in an electric iron box. ഓക്കെ, അപ്പൊ ഇലക്ട്രിക് അയൺ ബോക്സ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, അതിൽ ഒരു പിൻ മാത്രം വലുതായിരിക്കും, ബാക്കി രണ്ടത്തെ കമ്പയർ ചെയ്യുമ്പോൾ. ഓക്കെ, അപ്പൊ ഇത് എർത്ത് പിന്നാണ്. ഇത് നമ്മുടെ മെറ്റൽ ബോഡി, അതായത് ഇപ്പൊ മിക്സിയൊക്കെ ആണെങ്കിൽ മിക്സിയുടെ ഫ്രെയിം ഇല്ലേ, മെറ്റാലിക് പാർട്ട്, അതിന്റെ ഔട്ടർ ആയിട്ടുള്ള പാർട്ട്, ആ പാർട്ടിനെ എർത്ത് ചെയ്തേക്കുന്നതാണ് ഈ എർത്ത് വയറിക്കോട്. ഇത് ഭൂമിക്ക് അടിയിലേക്ക് പോകുന്ന ഒരു വയറാണ്, എർത്തിലേക്ക് പോകുന്ന ഒരു വയറാണ്. അപ്പൊ എന്തെങ്കിലും ഇൻസുലേഷൻ ഫെയിലിയർ, അതായത് അതിന്റെ കണ്ടക്ടിങ് വയറുമായിട്ട് മിക്സിക്ക് എന്തെങ്കിലും ഉള്ളിൽ കോണ്ടാക്ട് വരുവാണെങ്കിൽ മിക്സി തൊടുമ്പോൾ നമുക്ക് ഷോക്ക് അടിക്കും അല്ലെ. അപ്പൊ അങ്ങനെ വരുന്ന കറണ്ടിനെ സേഫ് ആയിട്ട് ഭൂമിയിലേക്ക് എർത്തിലേക്ക് ഒഴുക്കി കളയാനുള്ള ഒരു പിന്നാണ് എന്ത്, എർത്ത് പിൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അൺവാണ്ടഡ് പാത്തിൽ കൂടെ വരുന്ന കറണ്ട്, അപ്പൊ മെറ്റാലിക് ബോഡിയിൽ വരുന്ന കറണ്ട്, വാഷിംഗ് മെഷീൻ ആണ്, TV ആണ്, ഫ്രിഡ്ജ് ആണ്, ഏതിനാണേലും മെറ്റാലിക് പാർട്സ് എല്ലാം തന്നെ എർത്തഡ് ആയിരിക്കും. അതിനാണ് 3-pin സോക്കറ്റ്. അതിൽ ഏറ്റവും വട്ടം കൂടി, എന്തിനാണ് വട്ടം കൂടിയിരിക്കുന്നത്? കൂടുതൽ കറണ്ട് അതിൽ കൂടെ കയറി ഇറങ്ങാനായിട്ട്. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കൂടുതലായിരിക്കുമ്പോൾ കറണ്ടും കൂടുതലായിട്ട് അതിൽ കൂടെ പൊക്കോളും. ഓക്കെ, write down the first aid to given the person in case of electric shock. ഏറ്റവും തന്നെ നമ്മൾ സപ്ലൈ ഓഫ് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ if possible, if not, use a dry non-conducting object made of cardboard, plastic or wood to move the source away from you and the injured person. അപ്പം ഇൻജുവേർഡ് പേഴ്സണ് ഒരു ഇൻസുലേറ്റർ കൊണ്ട് അടിക്കുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ അയാളെ അതിൽ നിന്ന് നമുക്ക് ടച്ച് പിടിക്കാൻ പറ്റും. ബിഗിൻ CPR if the person shows no sign of circulation. CPR കൊടുക്കുക, ബ്രീത്തിങ് കൊടുക്കുക ഒക്കെ കൊടുക്കുമ്പോഴാണ് നമുക്ക് ഇയാളെ രക്ഷപ്പെടുത്താൻ സാധിക്കുള്ളൂ. ഓക്കെ, അപ്പൊ 3-pin plug is a 3-pin plug pin E makes contact with the earth wire. This pin now connected to the appliance body. അപ്പൊ ഈ പിൻ കണക്ട് ചെയ്തേക്കുന്ന അപ്ലയൻസ് ബോഡിയിലേക്കാണ്. ഇലക്ട്രിസിറ്റി ഫ്ലോസ് ടു ദ ഗ്രൗണ്ട് ത്രൂ ദ എർത്ത് വയർ ഇഫ് ദ ബോഡി കംസ് ഇൻ കോണ്ടാക്ട് വിത്ത് ഇലക്ട്രിക് കണക്ഷൻ. അപ്പൊ ഇലക്ട്രിക് കണക്ഷനുമായിട്ട് ഈ മെറ്റാലിക് ഇതിന്റെ ബോഡി ടച്ചിൽ വരുവാണെങ്കിൽ അവിടെ എന്തുണ്ടാവും? ഇലക്ട്രിസിറ്റി ഫ്ലോ ചെയ്യും. ദ കറണ്ട് ഇൻക്രീസസ് വെൻ കറണ്ട് ഫ്ലോസ് ടു ദ ഗ്രൗണ്ട് ത്രൂ ദ ലോ റെസിസ്റ്റൻസ് പാത്ത്. ഇപ്പൊ നമ്മള് ഈ മിക്സി നമ്മൾ ടച്ച് ചെയ്തു എന്ന് വിചാരിക്കുക, അതുപോലെ എർത്ത് പിന്നിലേക്കും കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഏറ്റവും ലോ റെസിസ്റ്റൻസ് പാത്തിൽ കൂടെയാണ് കറണ്ട് ട്രാവൽ ചെയ്യുക. നമ്മുടെ ബോഡി റെസിസ്റ്റൻസ് കൂടുതലായതുകൊണ്ട് കറണ്ട് പ്രിഫർ ചെയ്യുക ലോ റെസിസ്റ്റൻസ് ഉള്ള എർത്ത് വയറിൽ കൂടെയുള്ള ട്രാവലിംഗ് ആണ്. ഓക്കെ, അതുകൊണ്ട് നമ്മൾക്ക് ഷോക്ക് അടിക്കാതെ പ്രൊട്ടക്റ്റഡ് ആവുകയും ചെയ്യും, എർത്ത് വയറിൽ കൂടെ സേഫ് ആയിട്ട് ആ കറണ്ട് ഡിസ്ചാർജ് ചെയ്യുകയും ചെയ്യും. മനസ്സിലായല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ. A current flows through the electric heating coil connected to 200-volt supply. If this resistor is divided into two resistors of equal resistances and then connected in parallel to the same circuit, what will be the electric power of the circuit? Okay. അപ്പം ഹീറ്റർ, നമുക്കറിയാം ഇതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന വോൾട്ടേജും കറണ്ടും നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? 200 വോൾട്ട് ആണ്. അതുപോലെ തന്നെ കറണ്ട് എന്ന് പറയുന്നത് നമുക്ക് കണ്ടുപിടിക്കണം. ഹീറ്റർ ആണ് നമ്മുടെ ലോഡ് എന്ന് പറയുന്നത്. അല്ല, കറണ്ട് നമുക്ക് തന്നിട്ടുണ്ട് അല്ലെ, 0.2 ആംപിയർ. ഓക്കെ, then resistance is divided into two equal resistances and then connected in parallel. അപ്പം ആ റെസിസ്റ്റൻസ് ഓൾറെഡി അതിലുള്ള റെസിസ്റ്റൻസ് നമുക്ക് ആദ്യം കണ്ടുപിടിക്കാം. അപ്പൊ V/I ആണല്ലോ റെസിസ്റ്റൻസ് കാണാനുള്ള ഇക്വേഷൻ. അപ്പൊ വോൾട്ടേജ് 200 ആണ്, 0.2 ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 1000 ഓം കിട്ടും. അപ്പൊ ഈ റെസിസ്റ്റൻസ് ആണ് അവിടെ ഓൾറെഡി ഇപ്പൊ ഹീറ്ററിനുള്ളത്. അതിനെ നമ്മൾ എന്തായിട്ട് ഡിവൈഡ് ചെയ്തു? രണ്ട് ഈക്വൽ പീസസ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. ഒരു വയറിന്റെ ലെങ്തിനനുസരിച്ചിട്ടാണ് അതിന്റെ റെസിസ്റ്റൻസ് വരിക. ലെങ്ത് കട്ടാവുമ്പോൾ അതിന്റെ റെസിസ്റ്റൻസും കട്ടാവും. അപ്പൊ രണ്ട് ഈക്വൽ പാർട്ട് ആക്കി കഴിഞ്ഞപ്പോൾ അതിന്റെ റെസിസ്റ്റൻസ് എത്രയായി?
ഒരെണ്ണത്തിന്റെ 500 രണ്ട് പീസ് കിട്ടി, 2 വയേഴ്സ്, ഓരോന്നിന്റെയും റെസിസ്റ്റൻസ് എങ്ങനെയാണ് 500 വെച്ചിട്ടായി. ഇനി ആ 2 റെസിസ്റ്റൻസിനെയും എങ്ങനെ കണക്ട് ചെയ്തു എന്നാ പറഞ്ഞിരിക്കുന്നത്? പാരലൽ ആയിട്ട് കണക്ട് ചെയ്യാന്ന് പറഞ്ഞേക്കുക. അപ്പൊ 500 ഓം ഉള്ള 2 റെസിസ്റ്റൻസ് പാരലൽ ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ സപ്ലൈ വോൾട്ടേജ് എത്രയാണ്? 200 വോൾട്ടിന്റെ അക്രോസ് ആണ്. അങ്ങനെ കണക്ട് ചെയ്യുന്ന സമയത്ത് എഫക്റ്റീവ് റെസിസ്റ്റൻസ് എത്രയായിരിക്കും? നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമ്പർ ഓഫ് പാരലൽ ആയിട്ടാണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ റെസിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ബ്രാഞ്ചസ്. എത്ര പാരലൽ പാത്ത് ഉണ്ട്? 1, 2. 2 പാരലൽ ആയിട്ടാണ് കണക്ട് ചെയ്തേക്കുന്നത് അല്ലെ. അപ്പൊ എന്നിന്റെ വാല്യൂ 2 ആണ്. അപ്പൊ 500 ഡിവൈഡഡ് ബൈ 2 ചെയ്താൽ മതി. അപ്പൊ എത്ര കിട്ടും? 250 ഓം നമുക്ക് കിട്ടും. ഇതാണ് എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അതായത് 200 വോൾട്ട് മുകളിലേക്ക് നോക്കുമ്പോൾ അത് കാണുന്ന റെസിസ്റ്റൻസ് 250 ആം ആണ്. അങ്ങനെയാണെങ്കിൽ അതിൽ കൂടെ പോകുന്ന കറണ്ട് എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഉറപ്പായിട്ടും നമുക്കറിയാം V/R ആണ്. അപ്പൊ 200 ഡിവൈഡഡ് ബൈ 250 ചെയ്താൽ നിങ്ങൾക്ക് കറണ്ട് കിട്ടും. പക്ഷെ നമ്മളോട് ഇവിടെ ചോദിച്ചിരിക്കുന്നത് പവർ ഓഫ് ദ സർക്യൂട്ട് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ പവർ ഓഫ് ദ സർക്യൂട്ട് എങ്ങനെ കണ്ടുപിടിക്കും? V²/R അല്ലേ. അപ്പൊ V നമുക്കറിയാം, ഈ സർക്യൂട്ടിന്റെ പവർ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് കേട്ടോ. അപ്പം ടോട്ടൽ റെസിസ്റ്റൻസ് 250 ആണ്, V എന്ന് പറയുന്നത് 200 ആണ്. അപ്പൊ V²/R എന്ന് പറഞ്ഞാൽ എന്താണ്? 200 സ്ക്വയർ ഡിവൈഡഡ് ബൈ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എത്രയാണ്? 250. V²/R ആണ് നമ്മുടെ ഇക്വേഷൻ പവർ കണ്ടുപിടിക്കാനായിട്ട്. ഇവിടെ വോൾട്ടേജും റെസിസ്റ്റൻസും അറിയാവുന്നതുകൊണ്ട്, ഇനി സപ്പോസ് കറണ്ടും റെസിസ്റ്റൻസും ആയിരുന്നെങ്കിൽ I²R എന്ന് വരുമായിരുന്നു. ഓക്കെ, വോൾട്ടേജും കറണ്ടും അറിയാമെങ്കിൽ V/I എന്ന് വരുമായിരുന്നു. അപ്പം 40,000 ഡിവൈഡഡ് ബൈ 250. ഇത് ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ആൻസർ 160 എന്ന് കിട്ടുവേ. 160 വാട്ട്. ഓക്കെ, പവറിന്റെ യൂണിറ്റ് വാട്ട് ആണ്. അസെൻഡിങ് ഓർഡർ ഓഫ് ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, അനലൈസ് ദ ടേബിൾ, ലിസ്റ്റ് ദ മീഡിയംസ് ഇൻ ദ അസെൻഡിങ് ഓർഡർ ഓഫ് ദെയർ ഒപ്റ്റിക്കൽ ഡെൻസിറ്റീസ്. ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയുടെ അസെൻഡിങ് ഓർഡറിൽ ലിസ്റ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എങ്ങനെ വരും? ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഏറ്റവും കൂടിയത്, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഏറ്റവും കൂടിയതിനാണ്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഏറ്റവും കൂടിയത് ഏതിനാണ്? ഓക്കെ, ഇത് സ്പീഡ് ഓഫ് ദ ലൈറ്റിനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. സ്പീഡ് ഓഫ് ദ ലൈറ്റ് എന്ന് പറയുമ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അഥവാ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഏറ്റവും കൂടിയ മീഡിയത്തില് സ്പീഡ് ഏറ്റവും കുറവായിരിക്കും. അതായത് ഇപ്പം ഡയമണ്ടിന് ഏറ്റവും കുറഞ്ഞ സ്പീഡാണ് അല്ലെ. ഡയമണ്ടിന് ഏറ്റവും കുറഞ്ഞ സ്പീഡാന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താ? ഡയമണ്ടിനാണ് ഏറ്റവും കൂടുതൽ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് അസെൻഡിങ് ഓർഡറിലാണ് ഉണ്ടാക്കേണ്ടത്. അപ്പൊ ചെറുതിൽ നിന്ന് വലുതിലേക്ക്. അപ്പം ഏറ്റവും വലുത് ഏതാണ് ഇതില്? വാക്വം. അപ്പം വാക്വത്തിനാണ് ഏറ്റവും കുറവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വരിക. അത് കഴിഞ്ഞ് തൊട്ട് മുകളിൽ വാട്ടർ വരും. വാട്ടറിന് കുറച്ചും കൂടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉണ്ട്, കാരണം സ്പീഡ് ഇത്രയും കൂടെ കുറഞ്ഞു. പിന്നെയും കുറഞ്ഞത് ഗ്ലാസ്സിലാണ്. അപ്പം ഇതിന് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഇത്രയും കൂടെ കൂടുതലാണ്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഏറ്റവും കൂടിയത് ഏതിനാണ്? ഡയമണ്ടിനാണ്. അപ്പൊ അതിലാണ് ഏറ്റവും കുറവ് സ്പീഡ് വന്നിരിക്കുന്നത്. ഓക്കെ, റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന്റെ ഓർഡറിൽ നമ്മൾ അറേഞ്ച് ചെയ്യുമ്പോൾ വാക്വം, വാട്ടർ, ഗ്ലാസ്, ഡയമണ്ട് ഇങ്ങനെ നമുക്ക് കിട്ടും. ഓക്കെ, നെക്സ്റ്റ്, what is the refractive index of glass with respect to water when light enters from water to glass? വാട്ടറിൽ നിന്ന് you have to find out the refractive index of glass with respect to water when light enters from water to glass. ലൈറ്റ് വാട്ടറിൽ നിന്ന് ഗ്ലാസ്സിലേക്കാണ് എൻ്റർ ചെയ്യുന്നത് അല്ലെ. അപ്പം വാട്ടറിൽ നിന്ന് ഗ്ലാസ്സിലേക്ക് വരുന്ന സമയത്ത് എങ്ങനെയായിരിക്കും ഇത് കണ്ടുപിടിക്കേണ്ടത്? പറഞ്ഞോളൂ. ഗ്ലാസ്സിനാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, അതായത് ഇതിനേക്കാളും കൂടുതൽ വരും. അപ്പൊ റയറർ മീഡിയത്തിൽ നിന്ന് ഡെൻസർ മീഡിയത്തിലേക്ക് വരുമ്പോൾ നോർമലിനോട് അടുത്ത് വരും അല്ലെ. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. പക്ഷെ നമുക്ക് ഇതിനൊരു ഇക്വേഷൻ ഉണ്ടല്ലോ. ഇത് എന്തിന്റെ ഇക്വേഷനാണ് വരിക? റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അല്ലെ. അപ്പം വാട്ടറിൽ നിന്നാണ് വന്നിരിക്കുന്നത്. അപ്പൊ വെലോസിറ്റി ഓഫ് ലൈറ്റ് ത്രൂ ദ വാട്ടർ ഡിവൈഡഡ് ബൈ വെലോസിറ്റി ഓഫ് ദ ലൈറ്റ് ത്രൂ ദ ഗ്ലാസ്, VW/VG ചെയ്യുമ്പോൾ നമുക്ക് ഇതിന്റെ റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കിട്ടും. അപ്പൊ VW എത്രയാണ്? VW എന്ന് പറയുന്നത് 2.25 × 10⁸ ഡിവൈഡഡ് ബൈ ഗ്ലാസിൽ കൂടെ ഉള്ള ലൈറ്റിന്റെ വെലോസിറ്റി എത്രയാണ്? 2 × 10⁸ അല്ലെ. ക്യാൻസൽ ചെയ്തു. ഓക്കെ, 2.25 ഡിവൈഡഡ് ബൈ
2 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? ഓക്കെ, ഇത് നമുക്ക് ആൻസർ കിട്ടുന്നത് 9/8 ആണ്. 2.25 ഡിവൈഡഡ് ബൈ 2 ചെയ്യാം. 2 ചെയ്യുന്ന സമയത്ത് ക്യാൻസൽ ചെയ്ത് കളയാം. നമുക്ക് ഒന്നുകിൽ 9/8 എന്ന് എഴുതാം, അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്ത് നമുക്ക് ഫ്രാക്ഷൻ ആയിട്ട് എഴുതാം. 1.125 എന്ന് കിട്ടും കേട്ടോ. ക്ലിയർ ആണല്ലോ? ഈ 9/8 അവർ കണ്ടുപിടിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ. 2.25 എന്ന് പറഞ്ഞാൽ 2 and 1/4 ആണല്ലോ. ദാറ്റ് ഡിവൈഡഡ് ബൈ 2. 2 പ്ലസ് ഹാഫ് ആണ് 1/4 ആണല്ലോ 2.25 എന്ന് പറയുന്നത്. അപ്പം ഇതിനെ മിക്സഡ് നമ്മൾ പ്രോപ്പർ ആക്കുമ്പോൾ 4 × 2 8 + 1 9/4 എന്ന് വരും. 9/4/2 എന്ന് പറഞ്ഞാൽ 9/4 × 2 ദാറ്റ് ഈസ് 9/8 എന്ന് നമുക്ക് കിട്ടാം. ഓക്കെ, ആബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന്റെ ഡെഫിനിഷൻ ആണ് മൂന്നാമത്തെ ചോദ്യം. Okay, what is the absolute refractive index? The ratio speed of light in vacuum to speed of light in the given medium. ഇപ്പം റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ് ആയിരുന്നെങ്കിൽ C/VG, അതായത് ഗ്ലാസിൽ കൂടിയുള്ള വെലോസിറ്റി താഴെ വരും. ന്യൂമറേറ്റർ ആയിട്ട് സ്പീഡ് ഓഫ് ദ ലൈറ്റ് ത്രൂ വാക്വം, വാക്വത്തിലെ സ്പീഡ് 3 × 10⁸ ആണ്. ദാറ്റ് ഇസ് C എന്നാണ് ഡിനോട്ട് ചെയ്യുക. അപ്പൊ ഇതാണ് ആബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. Okay, ratio speed of light in vacuum to speed of light in a given medium. Another question, different types of mirrors are used in our daily life. Which type of mirror is used in the reflector in a headlight of the vehicle? ഏതാണ്? കോൺകേവ് മിറർ ആണ്. The bulb, ഇവിടെ കോൺകേവ് മിറർ ആയിട്ട് റിഫ്ലക്ടറിൽ യൂസ് ചെയ്യുന്നത്. The bulb in the headlight of the vehicle are placed at which point with respect to the mirror? Why? അപ്പം നമ്മൾ ഹെഡ്ലൈറ്റിലൊക്കെ വെക്കുന്ന മിറർ ഏത് മിററാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. മീൻസ് മിറർ അല്ല, എവിടെയാണ് ആ ബൾബ്, ഹെഡ്ലൈറ്റിൽ ബൾബ് വെച്ചിരിക്കുന്നത് ഏത് പൊസിഷനിലാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫോക്കസിലാണ് നമ്മൾ വെക്കുക. ഫോക്കസിൽ വെച്ചാലാണ് അത് പാരലൽ ആയിട്ട് കറക്റ്റ് ആയിട്ട് പോകത്തുള്ളൂ. കണ്ടോ, ഈ കോൺകേവ് മിററിൽ വന്ന് തട്ടിയിട്ട് ഇത് എങ്ങനെ പോകണം? പാരലൽ ആയിട്ട് പോകണം. ഫോക്കസിൽ നിന്ന് വരുന്ന റേ ആണ് പാരലൽ ആയിട്ട് പോകുന്നത്. അതുകൊണ്ട് ബൾബ് വെക്കുന്നത് എവിടെയാണ്? ഫോക്കസിലാണ്. വിച്ച് മിറർ ഈസ് യൂസ്ഡ് ഇൻ ദ റെയർ വ്യൂ മിറർ ഇൻ ദ വെഹിക്കിൾ? റെയർ വ്യൂ മിറർ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഏതാണ്? കോൺവെക്സ് മിറർ ആണ്. കാരണം എന്താണ്? ഈ ലാർജ് ഏരിയ നമുക്ക് സ്മോൾ മിററിന്റെ അകത്ത് ലാർജ് ഏരിയ നമുക്ക് കാണാൻ പറ്റും അല്ലെ? ലാർജ് ഏരിയ ഡിമിനിഷ്ഡ് ആയിട്ട് ചെറുതായിട്ട് നമുക്ക് ഒരു കുഞ്ഞു മിററിന്റെ അകത്ത് നമുക്ക് കാണിച്ചു തരും. റീഅറേഞ്ച് ദ കോളം BC ടു മാച്ച് കോളം A. ഓക്കെ, അപ്പം ഇൻകാൻഡസെന്റ് ലാമ്പാണ് ആദ്യം ചോദിച്ചിരിക്കുന്നത്. ഇൻകാൻഡസെന്റ് ലാമ്പിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഏത് മെറ്റീരിയൽ ആണ്? നമ്മൾ യൂസ് ചെയ്യുന്നത് ടങ്സ്റ്റൺ ആണ്. ടങ്സ്റ്റൺ ഫിലമെന്റ് ആണ് നമ്മൾ അതിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇനി എന്താണ് ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ്? ടങ്സ്റ്റണിൽ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പം അത് വൈറ്റ് ലൈറ്റ് എമിറ്റ് ചെയ്യും, പുറത്തേക്ക് നമുക്ക് വൈറ്റ് ലൈറ്റ് തരും. അതുകൊണ്ടാണ് നമ്മളത് ചൂസ് ചെയ്തിരിക്കുന്നത്. സേഫ്റ്റി ഫ്യൂസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ആൻ അലോയ് ഓഫ് ടിൻ ആൻഡ് ലെഡ്. ടിന്നിന്റെയും ലെഡിന്റെയും അലോയ് ആണ് സേഫ്റ്റി ഫ്യൂസ്. അതുപോലെ തന്നെ അത് പെട്ടെന്ന് മെൽറ്റ് ചെയ്ത് പോകുന്നുണ്ട്. ലോ മെൽറ്റിംഗ് പോയിന്റ് ആണ് അതിന്റെ ഒരു പെക്യുലാരിറ്റി. അപ്പൊ കൂടുതൽ കറണ്ട് അതിൽ അലൗഡ് ആയതിനേക്കാളും പെർമിസിബിൾ എമൗണ്ടിനേക്കാളും കൂടുതൽ കറണ്ട് അതിൽ കൂടെ കയറി ഇറങ്ങുകയാണെങ്കിൽ അത് മെൽറ്റ് ആയി പോകും. നമ്മുടെ വീട്ടിലെ എല്ലാ അപ്ലയൻസസിനെയും എല്ലാ ഡിവൈസിനെയും അത് പ്രൊട്ടക്ട് ചെയ്യും. സർക്യൂട്ട് സ്റ്റോപ്പ് ആവും അല്ലെ? സർക്യൂട്ടിൽ കൂടെ പിന്നെ കറണ്ട് ഫ്ലോ ചെയ്യത്തില്ല. ഇലക്ട്രിക് ഹീറ്ററിൽ യൂസ് ചെയ്യുന്നത് നിക്രോം ആണ്. നിക്രോമിന് റെഡ് ഹോട്ട് ആവും. എത്ര ചൂടായാലും അത് റെഡ് ആയിട്ടേ നിൽക്കത്തുള്ളൂ. ലോങ് ടൈം റെഡ് ഹോട്ട് ആയിട്ട് തന്നെ നിൽക്കും, പെട്ടെന്ന് ഓക്സിഡൈസ് ചെയ്ത് പോകത്തില്ല. അതുപോലെ തന്നെ ഹൈ റെസിസ്റ്റൻസ് ആണ്, ഹൈ മെൽറ്റിംഗ് പോയിന്റ് ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. The given table shows the measurements related to the image formation of spherical mirror. Complete the table. അപ്പൊ ഡിസ്റ്റൻസ് ഓഫ് ആൻ ഒബ്ജക്ട് ഫ്രം ദ മിറർ, മിററിൽ നിന്നുള്ള ഒബ്ജക്റ്റിന്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് -60 സെന്റിമീറ്റർ ആണ്. ദാറ്റ് ഇസ് U. റേഡിയസ് ഓഫ് കർവേച്ചർ നമുക്ക് തന്നിട്ടുണ്ട് -30 ആണ്. ദാറ്റ് മീൻസ് F എന്ന് പറയുന്നത് R/2 ആണ്. ദാറ്റ് ഇസ് അഗൈൻ ഇസ് ഈക്വൽ ടു -30/2. ദാറ്റ് ഇസ് -15. ഓക്കെ, ഫോക്കൽ ലെങ്ത് ഇപ്പൊ കണ്ടുപിടിച്ചു. എത്രയാണ്? -15. റേഡിയസ് ബൈ 2. Distance of the image from the mirror.
ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വി ആണ്. വി കണ്ടുപിടിക്കാനായിട്ട് മിറർ ഇക്വേഷൻ നമുക്കറിയാം 1/f is equal to 1/u plus 1/v. അപ്പം 1/v is equal to 1/f minus 1/v. ഓക്കെ, നമുക്കൊരു ഷോർട്ട് ആക്കി എഴുതുവാണെങ്കിൽ വി 1/v is equal to 1/u ആണ് ഇവിടെ. അപ്പൊ v is equal to നമുക്ക് നമ്മൾ ഷോർട്ട് ആയിട്ട് എഴുതുമ്പോൾ റെസിപ്രോക്കൽ എടുക്കുക, അതായത് LCM ഒക്കെ എടുത്ത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് u മൈനസ് എഫ് ഡിവൈഡഡ് ബൈ u ഇൻറ്റു എഫ്. ഇതാണ് 1/v ആയിട്ട് കിട്ടുക. അതുപോലെ v എന്ന് പറയുമ്പോൾ എന്ത് വരും? uf ഡിവൈഡഡ് ബൈ u മൈനസ് എഫ്. അപ്പൊ ഇതിലേക്ക് വാല്യൂസ് എല്ലാം കൊടുക്കുക. u എന്ന് പറഞ്ഞാൽ -60 ഇൻറ്റു എഫ് എന്ന് പറഞ്ഞാൽ -15 ഡിവൈഡഡ് ബൈ u മൈനസ് എഫ്. ദാറ്റ് ഈസ് -60 മൈനസ് എഫ് -15 എന്ന് വരും. ഓക്കെ, സോ -60 ഇൻറ്റു -15 എന്ന് പറയുന്നത് 16 ഇൻറ്റു 15 ഇൻറ്റു 6 എത്രയാണ്? 90. ഓക്കെ, അപ്പൊ 900 ഡിവൈഡഡ് ബൈ -60 പ്ലസ് 15, that is 900 divided by 45. 45 90 2 times, so 20 എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് കിട്ടുന്ന വി എന്ന് പറയുന്നത് എത്രയാണ്? 20 ആണ്. അതുപോലെ അതിന്റെ സൈൻ എന്ന് പറയുന്നത് ഇത് മൈനസ് ആയിരുന്നു അല്ലെ, -60 പ്ലസ് 45 എന്ന് പറഞ്ഞാൽ -45 ആയിരുന്നു. സോ ആൻസറിൽ നമുക്ക് എന്തുണ്ട്? മൈനസ് ഉണ്ട്. സോ ഡിസ്റ്റൻസ് ഓഫ് ദ ഇമേജ് ഫ്രം ദ മിറർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? -20 ആണ്. ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് 12 സെന്റിമീറ്റർ ആണെങ്കിൽ ഹൈറ്റ് ഓഫ് ദ ഇമേജ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അപ്പം നമുക്കറിയാം HI/HO ആണ് M എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വേറെയും ഇക്വേഷൻ ഉണ്ട്. എന്താണ്? HI/HO ആണ്. അതുപോലെ തന്നെ -V/U എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. ഇപ്പൊ V നമുക്കറിയാം, V എന്ന് പറഞ്ഞാൽ -20 ആണ്, U എന്ന് പറഞ്ഞാൽ -60 ആണ്. സോ 0 zeros get cancelled. Minus of minus plus ആണ്, +20 divided by -60, that is നമ്മൾ 0 ക്യാൻസൽ ചെയ്തായിരുന്നു. ബാക്കി വരുന്നത് 1/3 ആണല്ലേ. സോ -1/3, ഇത് 1 ഇവിടെ 3, 1/-3 എന്ന് പറഞ്ഞാൽ -1/3 തന്നെയാണ്. സോ HI/HO is equal to -1/3. ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് നമുക്കറിയാം എത്രയാണ്? 12 ആണ്. അപ്പൊ HOയുടെ പ്ലേസിൽ നമുക്ക് 12 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ -1/3. HI is equal to -1/3 into 12. അപ്പൊ എന്ത് വരും? -4 എന്ന ആൻസർ വരും. അപ്പൊ ഹൈറ്റ് ഓഫ് ദ ഇമേജ് എത്ര വന്നു? -4 എന്ന് കിട്ടി. മനസ്സിലായല്ലോ? -4 സെന്റിമീറ്റർ ആണ് ആൻസർ വരിക. അടുത്ത ക്വസ്റ്റ്യൻ, ഒബ്സർവ് ദ ഫിഗർ, നെയിം ദ പാർട്സ് ഓഫ് P and Q ഇൻ ദ ഫിഗർ. P എന്ന് പറയുന്നത് ഇത് ഏതിന്റെ ഫിഗർ ആണ്? മെക്കാനിക്കൽ എനർജിയിൽ നിന്ന് ഇലക്ട്രിക്കൽ എനർജി ഉണ്ടാവുന്നത് മൈക്രോഫോണിലാണ്. ഇതിന്റെ പ്രിൻസിപ്പിൾ എന്താണ്? മെക്കാനിക്കൽ എനർജി ടു ഇലക്ട്രിക്കൽ എനർജി എന്ന് പറയുമ്പോൾ ജനറേറ്ററിന്റെ പ്രിൻസിപ്പിൾ ആണ് ഇൻഡക്ഷൻ, ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ അല്ലെ. ഡിസ്ക്രൈബ് ഇറ്റ്സ് വർക്കിംഗ്. അപ്പം P എന്താണ്? ഡയഫ്രം. Q എന്താണ്? വോയിസ് കോയിൽ. എന്താണ് ഇതിന്റെ പ്രിൻസിപ്പിൾ ഓഫ് വർക്കിംഗ്? മെക്കാനിക്കൽ എനർജി ഇതിലേക്ക് വരുന്ന സമയത്ത്, നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ഈ ഡയഫ്രം മൂവ് ചെയ്യും. ഡയഫ്രം ടു ആൻഡ് ഫ്രോ മൂവ് ചെയ്യുമ്പം അതിലേക്ക് അറ്റാച്ച് ചെയ്തേക്കുന്ന വോയിസ് കോയിലും ടു ആൻഡ് ഫ്രോ മൂവ് ചെയ്യും. സോ ഇറ്റ് ഈസ് ഇൻ എ ഇതൊരു സോഫ്റ്റ് അയൺ കോർ ആണ് ഇതിൻ്റെ അകത്തുള്ളത്. ഈ പുറത്ത് നിൽക്കുന്നത് ഇത് മാഗ്നറ്റ് ആണ്. ഒരു മാഗ്നറ്റില് കോയിൽ മൂവ് ചെയ്യുമ്പം എന്താണ്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലെക്സ് ലിങ്കേജ് ഉണ്ടാവും. ദാറ്റ് വിൽ കട്ട് ദ മാഗ്നറ്റിക് ഫ്ലെക്സ് ആൻഡ് ആൻ EMF is induced in the voice coil. That current is taken from there. ഓക്കെ, ഇതാണ് നമ്മൾ മൈക്രോഫോണിൽ കൂടെ പുറത്തേക്ക് പോകുന്നത്. ഓക്കെ, ഇപ്പൊ ഇലക്ട്രിക്കൽ സിഗ്നൽസ് വരുന്നുണ്ട്. ഇത് എങ്ങോട്ട് പോകും? ലൗഡ് സ്പീക്കറിലേക്ക് പോകും അല്ലേ. അപ്പം മനസ്സിലായല്ലോ? ഇപ്പൊ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ് ഇവിടുത്തെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അടുത്തത്, ഒബ്സർവ് ദ ഫിഗർ. AB is the path of light falling obliquely in a glass air interface. NN dash is the normal at the point of incidence. Complete the diagram in your answer sheet to show the change in the path of the ray after B. അപ്പം ഇത് റയർ മീഡിയം ആയതുകൊണ്ട് ഉറപ്പായിട്ടും ഇത് പോകുന്നത്. ഓക്കെ,
ഗ്ലാസിന്റെ ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറയുന്നത് 42 ഡിഗ്രി ആണ്. സോ ഇൻസിഡന്റ് ആംഗിൾ ഇസ് ഗ്രേറ്റർ ദാൻ 42 ഡിഗ്രി ആയതുകൊണ്ട് ക്രിട്ടിക്കൽ ആംഗിളിനേക്കാളും വലുതാണ് അല്ലെ. അതുകൊണ്ട് തന്നെ ഉറപ്പായിട്ട് ഇവിടെ നടക്കുന്നത് എന്താണ്? ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ആണ് ഇവിടെ നടക്കുന്നത്. ഓക്കെ, സോ ആഫ്റ്റർ റിഫ്രാക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇൻസിഡന്റ് ആംഗിൾ ക്രിട്ടിക്കൽ ആംഗിളിനേക്കാളും വലുതായതുകൊണ്ട് ഇവിടെ എന്താണ് നടക്കുന്നത്? ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. Name the optical phenomenon that helped you draw the path of this ray after the incidence. എന്താണ്? സെക്കൻഡ് വണ്ണിന്റെ ആൻസർ ആണ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. ഈ രണ്ട് ആംഗിൾസും സെയിം തന്നെ ആയിരിക്കും. നെയിം ദ ഒപ്റ്റിക്കൽ, റൈറ്റ് ഡൗൺ ടു പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ഓഫ് ദിസ് ഒപ്റ്റിക്കൽ ഫിനോമിനൺ. ഇത് നമ്മൾ യൂസ് ചെയ്യുന്ന എവിടേക്കാണ്? മെഡിക്കൽ ഫീൽഡിൽ എൻഡോസ്കോപ്പി ചെയ്യാൻ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒപ്റ്റിക്കൽ ഫൈബേഴ്സിൽ യൂസ് ചെയ്യുന്നുണ്ട് ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട്. ടെലിസ്കോപ്പ്, മൈക്രോസ്കോപ്പ്, ലേസേഴ്സ് എല്ലാവരുടെയും നമ്മൾ ഇത് യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, റൈറ്റ് ഡൗൺ ദ നെയിം ഓഫ് ദി ഡിവൈസ്. ഏതാണ്? എനർജി മീറ്റർ അല്ലെ, അല്ലെങ്കിൽ വാട്ട് അവർ മീറ്റർ, കിലോ വാട്ട് മീറ്റർ ഒക്കെ നമ്മൾ പറയും. ഇൻ ഹൗസ് 5 LED ലാംപ്സ് ഓഫ് ഈ 20 വാട്ട്. അപ്പം 20 വാട്ടിന്റെ 5 LED ബൾബ്, അത് എത്ര സമയം വർക്ക് ചെയ്യുന്നു? 5 മണിക്കൂർ. പ്ലസ് 1 ലാപ്ടോപ്പ് 50 വാട്ട്, എത്ര സമയം? 2 മണിക്കൂർ. ടോട്ടൽ എനർജി എത്രയാണെന്ന് കണ്ടുപിടിക്കണം. നമുക്കറിയാം എനർജി കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ V × I × T ആണ്. അപ്പൊ 20 × 5 100, 100 × 5 500, 500 പ്ലസ് 1 × 50, 50 × 2 100. അപ്പൊ ടോട്ടൽ 600 വാട്ട് അവേഴ്സ് നമുക്ക് വരുന്നുണ്ട്. നമുക്ക് ഇതിനെ കിലോ വാട്ട് അവർ ആക്കി മാറ്റണം. അങ്ങനെയാണ് നമ്മൾ യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുക. കൊമേഴ്ഷ്യൽ യൂണിറ്റ് ഓഫ് എനർജി എന്ന് പറയുന്നത് കിലോ വാട്ട് അവർ ആണ്. സോ ഡിവൈഡഡ് ബൈ 1000 ചെയ്യുമ്പോൾ ഈ 0 വെട്ടിപ്പോവും. 6/10 എന്ന് പറഞ്ഞാൽ 0.6 കിലോ വാട്ട് അവർ അല്ലെങ്കിൽ 0.6 യൂണിറ്റ്സ് എന്ന് കിട്ടും. ഓക്കെ, മനസ്സിലായല്ലോ? ഇനി 1 മന്തിലുള്ള ഇലക്ട്രിക്കൽ എനർജി കാൽക്കുലേറ്റ് ചെയ്യണം. ഇതൊരു ദിവസത്തെയാണ്. അപ്പം 1 മന്ത് എന്ന് പറയുമ്പോൾ 0.6 × 30 ചെയ്യാം. സോ യു വിൽ ഗെറ്റ് ദ ആൻസർ. എന്താണ്? 6 3 18, 180, ഒരു പോയിന്റ് 18 യൂണിറ്റ്സ് ആണ് ഒരു മന്തിലേക്ക് വരിക. ക്ലിയർ ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ദ സ്കീമാറ്റിക് ഡയഗ്രാം ഓഫ് ഇലക്ട്രിക് ഡിവൈസ് ഇസ് ഡെപിക്റ്റഡ് ഹിയർ. നെയിം ദ ഡിവൈസ് ഇൻ ദ ഫിഗർ. ഇതിൽ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും പ്രൈമറിയിലാണോ സെക്കൻഡറിയിലാണോ മോർ ടേൺസ് ഉള്ളത്? പ്രൈമറിയിൽ മോർ ടേൺസ് ഉണ്ട്, സെക്കൻഡറിയിൽ ടേൺസ് കുറവാണ്. അപ്പൊ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോർമർ ആണ്. അടുത്തത്, റൈറ്റ് ഡൗൺ ദ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് ദ ഡിവൈസ്. എന്താണ് ഇതിന്റെ വർക്കിംഗ്? മ്യൂച്വൽ ഇൻഡക്ഷൻ അല്ലെ. അപ്പം പ്രൈമറി കോയിലില് whenever there is a rate of change of flux linkage in the primary coil, an EMF is induced in the secondary coil also. Okay, in a step down transformer, the wire in the secondary coil is thicker than the primary coil. The use of thicker wire reduces its resistance and therefore reduces the loss of energy. അതായത് തിക്കർ കോയിൽ, നമ്മളിത് കണ്ടു, ഇതിൽ തിക്കർ കോയിലാണ് യൂസ് ചെയ്തിരിക്കുന്നത് സെക്കൻഡറിയിൽ. അതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് വോൾട്ടേജ് ഇവിടെ കുറവായിരിക്കും നമ്മൾ പറഞ്ഞല്ലോ. അപ്പൊ കറണ്ട് കൂടുതലായിരിക്കും. പ്രൈമറിയേക്കാളും സെക്കൻഡറിയിൽ കറണ്ട് കൂടുതലായിരിക്കും. കൂടുതൽ കറണ്ട് ഫ്ലോ ചെയ്യുമ്പം ഏരിയ ഓഫ് ക്രോസ് സെക്ഷനും കൂടുതലായിരിക്കും. കാരണം റെസിസ്റ്റൻസ് കുറഞ്ഞിരിക്കണം. റെസിസ്റ്റൻസ് കുറയണമെങ്കിൽ നമുക്കറിയാം R = ρ × L/A എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. ഏരിയ, ആ വയറിന്റെ ഏരിയ അഥവാ തിക്നെസ് കൂടുതലാണെങ്കിൽ റെസിസ്റ്റൻസ് കുറഞ്ഞിരിക്കും. റെസിസ്റ്റൻസ് കുറയുകയാണെങ്കിൽ കറണ്ട് കൂടിയിരിക്കും. ഓക്കെ, മനസ്സിലായല്ലോ? അപ്പം അതുകൊണ്ടാണ് തിക്കർ വയേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇൻ ഓർഡർ ടു പാസ് മോർ കറന്റ്, റെസിസ്റ്റൻസ് ഇസ് ലെസ്. ക്ലിയർ? അപ്പൊ നമ്മൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ എല്ലാ ക്വസ്റ്റ്യൻസും തന്നെ ചെയ്തു കഴിഞ്ഞു. എല്ലാ ഏരിയാസും തന്നെ നമ്മൾ കവർ ചെയ്തു. പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. കീപ് ഓൺ വാച്ചിങ്. താങ്ക് യു.